നിർണായകമായ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരായ പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ വ്യാപക വിമർശനം. പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ ദുർബലമാക്കാൻ തരൂർ നിരന്തരം ശ്രമിക്കുകയാണെന്നാണ് പൊതുവായ വിലയിരുത്തൽ. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്നാണ് ഇന്നലെ മാധ്യമങ്ങളോട് തരൂർ പറഞ്ഞത്. തരൂരിന്റെ പരാമർശം വന്നതിന് പിന്നാലെ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. പട്ടിക പ്രകാരം 8ാം സ്ഥാനത്താണ് തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ തരൂരിന്റെ തന്ത്രത്തിൽ വീഴേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റേത്. തരൂരിനെതിരെ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്നും അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കേണ്ടെന്നുമാണ് നേതാക്കൾക്ക് കോൺഗ്രസ് നൽകിയിട്ടുള്ള നിർദ്ദേശം. കോൺഗ്രസിൽ നിന്ന് ഒരു കാരണം കണ്ടെത്തി പുറത്തു പോകാനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തന്നെ കോൺഗ്രസ് പുറത്താക്കിയെന്ന പൊതുവികാരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് തരൂർ ലക്ഷ്യമിടുന്നത്. എന്നാൽ തരൂരിനെ പുറത്താക്കി വിമർശനം ഏറ്റുവാങ്ങേണ്ടെന്നും വേണമെങ്കിൽ സ്വയം പുറത്തു പോകാമെന്നുമാണ് പാർട്ടിയുടെ ലൈൻ. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വിദേശ പര്യടനം പൂർത്തിയാക്കിയ തരൂർ AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പാർട്ടി നേതൃത്വം താൽപര്യം കാണിച്ചില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം അതേക്കുറിച്ച് വിശദമായി സംസാരിക്കാമെന്നുമാണ് ശശി തരൂർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. നിലമ്പൂരിൽ പ്രചരണത്തിന് പോകാതിരുന്നത് ആരും ക്ഷണിക്കാത്തത് കൊണ്ടാണ്. ക്ഷണിച്ചാൽ പോകുമായിരുന്നു. നിലമ്പൂരിലേക്ക് വരണമെന്നറിയിച്ച് ഒരു മിസ്ഡ് കോൾ പോലും ലഭിച്ചിട്ടില്ല. ക്ഷണിക്കാതെ ഒരിടത്തും പോകാറുമില്ല. വയനാട്ടിൽ പ്രിയങ്കയുടെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നു. സാധാരണ ചെല്ലണമെങ്കിൽ പരിപാടികൾ മുൻകൂട്ടി അറിയിക്കാറാണ് പതിവ്. ഇത്തവണ അതുണ്ടായിട്ടില്ലെന്നാണ് തരൂർ പറഞ്ഞത്. പാർട്ടിയോടും പ്രവർത്തകരോടും നല്ല അടുപ്പമുണ്ട്. പാർട്ടിയോടുള്ള സ്നേഹത്തിൽ സംശയം വേണ്ട. പാർട്ടി അവഗണിച്ചെന്ന തോന്നലുമില്ല. കേരളത്തിലെ നേതൃത്വവുമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതൊക്കെ പാർട്ടിക്കകത്ത് സംസാരിക്കാറാണ് പതിവെന്നും തരൂർ പറഞ്ഞു. BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് താൻ എവിടേക്കും പോകുന്നില്ലെന്നും കോൺഗ്രസ് അംഗമാണെന്നും തരൂർ മറുപടി നൽകി. തരൂരിന്റെ പരാമർശത്തിനു പിന്നാലെ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി. AICC വർക്കിംഗ് കമ്മിറ്റിയിലെ മുതിർന്ന അംഗങ്ങളെ പ്രത്യേകമായി ആരും ക്ഷണിക്കാറില്ലെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശശി തരൂർ എത്തിയിരുന്നുവെങ്കിൽ കൂടുതൽ നന്നായിരുന്നേനെ. 15,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് UDF വിജയിക്കുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. അതേസമയം നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ലെന്ന തരൂരിന്റെ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയത്. നിലമ്പൂരിലേക്ക് വിളിക്കാൻ ആരുടെയും സംബന്ധമല്ല നടക്കുന്നതെന്നും ആരെയും ക്ഷണിച്ചിട്ടല്ല നിലമ്പൂരിൽ എത്തിയതെന്നും നേതാക്കന്മാർ അവരുടെ സൗകര്യം അറിയിച്ച് എത്തിയതാണെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കഴിഞ്ഞ കുറെ നാളുകളായി തരൂരിന്റെ കൂറ് നരേന്ദ്രമോദിയോടും ശരീരം കോൺഗ്രസിലുമായാണ് നിൽക്കുന്നതെന്നും ഉണ്ണിത്താൻ വിമർശിച്ചു. പുള്ളിയുടെ ഏറ്റവും വലിയ തമാശകളിലൊന്നാണ് രാജ്യ താല്പര്യത്തെക്കുറിച്ച് പറയുന്നത്. രാജ്യ താല്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യം തന്നെയാണ്. അതിൽ തർക്കം വേണ്ട. പൂച്ച പാല് കുടിക്കുമ്പോൾ ആരും കാണുന്നില്ലെന്നാണ് അതിന്റെ ധാരണ. തരൂർ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് അദ്ദേഹം ഒഴിച്ച് എല്ലാവർക്കും അറിയാം. ഇനി ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം കാണും. മോദി അദ്ദേഹത്തെ പിന്തുണയ്ക്കുമായിരിക്കുമെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. ഏതായാലും കോൺഗ്രസ് തരൂർ യുദ്ധം ദിനം പ്രതി കത്തിക്കയറുകയാണ്. വരാൻ പോകുന്നത് എന്തു തന്നെയായാലും കാത്തിരുന്നു കാണാം.